ഇതേ മുത്തിവിടെ ഉള്ളപ്പോൾ ഒരു രാവിലത്തേടമാണ്. രാവിലെ പാത്രമൊക്കെ വട്ടം ചുറ്റിച്ച് നിൽക്കുന്നത് വട്ടയപ്പം ഉണ്ടാക്കാനാട്ടോ. മുത്ത് വന്നത് പ്രമാണിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കുഞ്ഞനപ്പവും കറിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ കുറച്ച് മാവ് ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഉണ്ടാക്കാൻ നേരത്ത് മധുരത്തിന് ശർക്കര ചേർക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ അന്നേരം ഒരു കളർ വ്യത്യാസം വരുമല്ലോ, അത് മോനുകുട്ടൻ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇത്തവണ ഞാൻ പഞ്ചസാരയൊക്കെ ചേർത്ത് ഉണ്ടാക്കി. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. നട്ട്സും കിസ്മിസും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നുള്ളിപ്പെറുക്കി അവിടെ വെച്ചേക്കും. ഞാൻ അതെല്ലാം പെറുക്കി അങ്ങോട്ട് കഴിക്കും. അതാണ് ഇവിടുത്തെ പതിവ്. നമ്മൾ റൈസൊക്കെ വെക്കുമ്പോഴും അതിനകത്ത് ഈ നട്ട്സൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതാണ് പരിപാടി. ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ തേങ്ങാക്കൊത്ത് പെറുക്കി കഴിക്കാനും ഞാൻ തന്നെ പോകണം. അപ്പോൾ അമ്മ രാവിലെ അങ്ങോട്ട് വന്നു. മോനുകുട്ടനെ പോയി കുത്തിപ്പോക്കി എഴുന്നേൽപ്പിച്ചതാട്ടോ. പിന്നെ അവർ രണ്ടും ബ്രഷ് ചെയ്തിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഇത് റെഡിയായി. ഇനിയിപ്പോൾ ഷടപടേന്ന് അതങ്ങോട്ട് മുറിക്കുക, കഴിക്കുക, ചായ കുടിക്കുക. അമ്മയ്ക്ക് അന്നേരം കഴിക്കാൻ വേണ്ടാന്ന് പറഞ്ഞു 2-3 കഷ്ണം അമ്മയ്ക്കും കൊടുത്തു വിട്ടു. ഇനിയും വൈകുന്നേരത്തെ ചായയുടെ കൂടെ എന്തെങ്കിലും പ്രത്യേകം ഉണ്ടാക്കി കഴിക്കണം. നൂഡിൽസോ കോൺഫ്ലെക്സോ എല്ലാം കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വൈകിട്ടത്തേക്ക് ഇരിപ്പില്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ രാവിലത്തേടം ഇതായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം മാവ് തയ്യാറാക്കിയൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കി അത്ര ശരിയാവുകയില്ല. കുഞ്ഞനപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഇവിടെ ഇത്രയെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. എന്തായാലും രാവിലത്തേടം ശുഭം.